time management part, which is the second part of our session today. Time management is something regardless of a child or an adult, struggling with these days, with influx of technology around us and devices to get our attention more than anything else. Time management വളരെ prominent ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ കൂടുതലും ഒരു സ്റ്റഡി ഓറിയന്റഡ് ടൈം മാനേജ്മെന്റ് ആസ്പെക്റ്റിലാണ് ഈ സ്ലൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സിമിലർ ടെക്നിക്സ് അല്ലാത്ത യുവർ ഡേ ടു ഡേ ലൈഫിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഹിയർ ഇസ് പ്രയോറിറ്റൈസിങ് യുവർ ടാസ്ക്. ഇത് വളരെ കോമൺ ആണ്. എല്ലാവരും പറയും ഓക്കെ പ്രയോറിറ്റൈസ്, നിങ്ങളുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ഓഫ് 10 ആക്കൂ, എന്നിട്ട് ഓക്കെ ഇൻ ദ ഓർഡർ ഓഫ് പ്രയോറിറ്റി ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അത് ഓക്കെ ആണ്, പക്ഷെ അതിനൊരു സയന്റിഫിക് വേ ഉണ്ട്. ഇപ്പൊ നമ്മള് നിമോണിക്സ് എന്നുള്ളൊരു സയന്റിഫിക് വേ പറഞ്ഞ പോലെ prioritizing task also has a scientific way. It's called Eisenhower matrix. ഇതിൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്വാഡ്രൻസ് ആണ് നമ്മൾ ആക്ടിവിറ്റീസിനെ 4 ക്വാഡ്രൻസിൽ പ്ലേസ് ചെയ്യുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് urgent and important. Second quadrant is important but not urgent. The third quadrant is urgent but not important. And the fourth one is not important and not urgent. So generally, urgent and important category വരുന്ന കാര്യങ്ങൾ you do it immediately. Like it needs your attention, so prioritize that first and അത് ആദ്യം ചെയ്യുക. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ important but not urgent. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ആദ്യം അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചെയ്തതിന് ശേഷം ഞാൻ ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് അർജന്റ് ആയിട്ടുള്ളത് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അർജന്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അർജന്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ചോദിക്കുന്നു, അത് നിങ്ങൾക്ക് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം വിട്ടിട്ട് അവരുടെ ഹെൽപ്പിന് പോകാതെ കൈൻഡ് ഓഫ് ഡെലിഗേറ്റ് ഇറ്റ്. Make sure that it's get done, but not by you. അങ്ങനെ. Last quadrant is not urgent, not important. Scrolling social media. I mean, I'm not saying it's not important. Important ആണ് ചില ആൾക്കാർക്ക്, പക്ഷേ we can limit that. അത് കൈൻഡ് ഓഫ് നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സോ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ഇതാണ് സജഷൻ. പ്രയോറിറ്റൈസിങ് ടാസ്ക് either in the order of 1, 2, 3 numbers, അല്ലെങ്കിൽ use this matrix. മെട്രിക്സ് വർക്ക് ഫോർ മീ, അതുകൊണ്ട് അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, യൂസ് ചെയ്ത് നോക്കൂ, ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് ക്രിയേറ്റിംഗ് എ ഷെഡ്യൂൾ. ബേസിക്കലി ക്രിയേറ്റിംഗ് എ ടൈം ടേബിൾ. ഇന്ന് പല പ്ലാനേഴ്സ്, ഡിജിറ്റൽ പ്ലാനേഴ്സ് അല്ലെങ്കിൽ പ്ലാനർ ആസ് എ ബുക്ക്, ഇങ്ങനെ പല റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് ടു പ്ലാൻ അവർ ഡേ. രാവിലെ എണീറ്റാൽ എനിക്ക് ഇന്ന് 10 കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യണം എങ്കിൽ അതിനെ പ്ലാൻ ഔട്ട് ചെയ്യുക. സോ ദാറ്റ് എനിക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, എൻ്റെ ആക്ടിവിറ്റീസിനുള്ള സമയമുണ്ട്, എനിക്ക് ബ്രേക്ക് ഉണ്ട്, എനിക്ക് സോഷ്യലൈസ് ചെയ്യാൻ ടൈം ഉണ്ട്. ആ രീതിയിൽ പ്ലാൻ ഔട്ട് ചെയ്യുക. ക്രിയേറ്റിംഗ് എ ഷെഡ്യൂൾ ഹെൽപ്സ് വിത്ത് ടൈം മാനേജ്മെന്റ്. നെക്സ്റ്റ്, സെറ്റിംഗ് സ്മാർട്ട് ഗോൾസ്. ഇറ്റ്സ് എ വെരി സ്മാർട്ട് ഗോൾസ് എന്ന് പറയുന്നത് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല ആൾക്കാർ പല സിറ്റുവേഷനിൽ. സ്മാർട്ട് ഒരു അക്രോണിമാണ്, അഗൈൻ ഫോർ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട് ഗോൾസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഫിനിഷ് മാത്ത് ഹോംവർക്ക് ബൈ 7 PM. ഇത് സ്പെസിഫിക് ആണ് കാര്യം, അത് മാത്ത് ഹോംവർക്ക് ആണ്. മെഷറബിൾ ആണ് കാര്യം, നമുക്കൊരു ടൈം ഉണ്ട് 7 o'clock. അച്ചീവബിൾ ആണ് കാര്യം നമുക്കറിയാം 7-നുള്ളിൽ ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തത്. ഇറ്റ്സ് വെരി റെലവൻറ്റ് ബിക്കോസ് എനിക്ക് നാളത്തേക്ക് മാത്ത് ഹോംവർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. ടൈം ബൗണ്ട് ആണ് കാര്യം, ഓക്കെ നാളെ പോകുന്നതിന് മുമ്പ് ഫിനിഷ് ചെയ്താൽ പോരാ, before 7 o'clock I have to finish. So ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it actually works. So make sure setting smart goals is one of the tasks. Procrastination, regardless of child or adult, it's very common among people. ഇതിനെ ഓവർകം ചെയ്യാൻ കുറച്ച് എഫേർട്ട് വേണം, പക്ഷെ വൺസ് യു ഓവർകം ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. ജനറലി ഒരു 2-minute റൂൾ ആണ് കോമൺ ആയിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാൻ ആൾക്കാർ സംസാരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് എ ടാസ്ക് അറ്റ് ഹാൻഡ്, അത് ലെസ് ദാൻ 2 minutes എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ. ഡോണ്ട് ആഡ് ഇറ്റ് യുവർ ടു ഡു ലിസ്റ്റ് ഓർ ഡു ഇറ്റ് ലേറ്റർ. ജസ്റ്റ് ഡു ഇറ്റ് നൗ.
Okay, you walk into your study room, you see your study table messy. Less than 2 minutes അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കുക, സോ ദാറ്റ് വെൻ യു കം ആൻഡ് സ്റ്റഡീസ് യുവർ ടേബിൾ ഇസ് ക്ലീൻ. അതൊരു എക്സാമ്പിൾ. ഓൺ എ ബ്രോഡർ എക്സാമ്പിൾ സ്കെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് എഴുതാനുണ്ട്, പക്ഷെ നിങ്ങൾ ഇതുവരെ അതിന്റെ ടോപ്പിക് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോ 2 minutes ഇരുന്നൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കും. ജനറലി ആ 2 minutes വിൽ എക്സ്റ്റെൻഡ് ടു 2 hours. നിങ്ങൾ തന്നെ അറിയാണ്ട് അത് 2 hours വരെ നിങ്ങൾ അതിനോട് എൻഗേജ്ഡ് ആവും. പക്ഷെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് is tough. Once you get started, you will get going. So try to apply this 2-minute rule in some scenarios and see how it works. The last one is definitely taking breaks. Pomodoro technique നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഈ സെറ്റിംഗ് ടൈം ലിമിറ്റ്സ് നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാംഡ് ആവും, ലൈക്ക് ഓക്കെ ബ്രേക്ക് ഇസ് ഓൺ ഇറ്റ്സ് വേ. അല്ലാതെ ഞാൻ ഒരു 3 hours കണ്ടിന്യൂസ് പഠിക്കാൻ പോവല്ല. ഈ 25 minutes ഞാൻ ഫോക്കസ് ചെയ്താൽ നെക്സ്റ്റ് 5 minutes I'm going to get a break. അതൊരു മോട്ടിവേഷൻ ഫാക്ടർ കൂടിയാണ്. സോ മേക്ക് ഷുവർ യു ഫോളോ വൺ ഓഫ് ദ ടെക്നിക്സ് ടു മാനേജ് യുവർ ടൈം വെൽ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടു ഡിസ്കസ്. വി ഓൺലി ഹാവ് 2 more slides. സോ ഇത് ഞാൻ വളരെ സ്പെസിഫിക്കലി ഒരു സ്ലൈഡായിട്ടത് വളരെ റെലവെന്റ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ ടോപ്പിക്. ടെക്നോളജി വേണം, പക്ഷേ ടെക്നോളജി ഷുഡ് നോട്ട് റൂൾ അസ്. വി ഷുഡ് ബി റൂളിംഗ് ടെക്നോളജി. അപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എനിക്ക് 7:30-ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ 7:30-ക്ക് ഞാൻ പല കുട്ടികളെയും സ്കൂളിൽ കാണാറുണ്ട്. ലൈക്ക് ദേ ആർ ടയേർഡ്, ദേ ആർ അണ്ടർ സ്ട്രെസ്. എന്താ റീസൺ എന്ന് നമ്മൾ ജസ്റ്റ് അന്വേഷിച്ച് വരുമ്പോൾ അറിയാം. ലൈക്ക് അണ്ടിൽ 3 in the morning ദേ വെർ വിത്ത് ദർ ഡിവൈസ്. സോ പ്രോപ്പർ സ്ലീപ്പ് ഇല്ല. സ്ക്രീൻ ഫെറ്റീഗ് ഒരു ഭയങ്കര ഇമ്പാക്റ്റിംഗ് റീസൺ ആണ്. And that impacts their productivity and that causes stress. Like, okay, ഇന്നൊരു ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, ബട്ട് ടെക്നോളജി ടുക്ക് ഓവർ ദെൻ. അവർക്കത് സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡിജിറ്റൽ ഡീറ്റോക്സ് ടു സം എക്സ്റ്റെൻഡ് ഇസ് നെസസറി ആൻഡ് ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ്. അതിന് കുറച്ച് ടിപ്സ് ആണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ജനറലി നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്യുക. ഐ മീൻ നോൺ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ. കോൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അല്ലെങ്കിൽ an email വന്നു കഴിഞ്ഞാൽ കാണണമെന്നുണ്ടെങ്കിൽ അതല്ല ടേൺ ഓഫ് ചെയ്യണ്ടേ. ടേൺ ഓഫ് മേ ബി ഇൻസ്റ്റഗ്രാം ഓർ സ്നാപ്ചാറ്റ്, എനി ഓഫ് ദോസ് സോഷ്യൽ മീഡിയാസ് വിച്ച് ക്യാൻ ആക്ച്വലി വെയിറ്റ്. യു ഡോണ്ട് നീഡ് ടു അറ്റൻഡ് ടു ഇറ്റ് ഓൺ an urgent basis. അത് ടേൺ ഓഫ് ചെയ്യുക. ആപ്സിന് ലിമിറ്റ് ചെയ്യുക അതിൻ്റെ യൂസേജ് ടൈം. സോ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കുറച്ച് ടൂൾസ് പറയുന്നുണ്ട്. പക്ഷേ ഇൻ ഐഫോൺ സ്ക്രീൻ ടൈം എന്നൊരു ആപ്പ് ഉണ്ട്. ആൻഡ്രോയിഡ് ഡിവൈസസിലാണ് ഡിജിറ്റൽ വെൽബീയിങ്. ഈ ആപ്സിൽ നമുക്ക് ദ ഹോൾ സോഷ്യൽ മീഡിയ ഓർ എനി ആപ്പ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് എൻ്റെ 1 full day മൈ സോഷ്യൽ മീഡിയ യൂസേജ് ഫ്രം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് സ്നാപ്ചാറ്റ് ആൻഡ് എക്സ് ആൻഡ് ത്രെഡ്സ് ആൻഡ് ഓൾ ഓഫ് ദം should account to only 1 hour. Then you set that. You get a notification, you get an alert that okay, you've reached the end of your allotted time. അതൊരു റിമൈൻഡർ ആണ്. ലോട്ട് ഓഫ് us ആ റിമൈൻഡറിൽ നമ്മളത് മാറ്റി വയ്ക്കും. ഓക്കെ, അതിനെ ഓവർകം ചെയ്യാൻ ശീലിക്കണം. ലൈക്ക് യു ക്യാൻ ഓൾവേസ് ഗോ ആൻഡ് ചേഞ്ച് ദ ലിമിറ്റ് ഇഫ് യു വാണ്ട് ടു. പക്ഷെ അതല്ല നമ്മുടെ പോയിന്റ് ഇവിടെ. ദാറ്റ് ഓക്കെ, യു ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ വിച്ച് മീൻസ് യു ആർ എക്സീഡിങ് വാട്ട് യു ഹവ് സെറ്റ് ഫോർ യുവർ സെൽഫ്. അതുകൊണ്ട് ആപ്പ് യൂസേജ് ലിമിറ്റ്സ് സെറ്റ് ചെയ്യുക. Phone-free study zones, generally keep a specific study location. അവിടെ കൊണ്ട് ഫോൺ വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരും. Just to check one notification, you take your phone and then it ends up in an hour. So generally, when you are studying, keep the location phone-free. Next, messages നോക്കാൻ ഫോൺ എടുക്കുക, but make sure the breaks are for smaller duration. ഒരുപാട് നേരം ഫോൺ എടുത്ത് ഒരു മെസ്സേജിൽ നിന്ന് അടുത്തതിലേക്ക് അങ്ങനെ നമ്മൾ ജമ്പ് ചെയ്ത് ഇവൻച്വലി കുറെ ടൈം വേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഓക്കെ, 1 message ended up in maybe 10 messages or 10 different apps. So make sure the breaks are small for checking your phone. Okay, ഫോറസ്റ്റ് അല്ലെ ഫോക്കസ് അറ്റ് വിൽ എന്ന് പറയുന്ന 2 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ് ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, എല്ലാ ഫോണിലും വർക്ക് ആവും. അത് ഫോറസ്റ്റ് ആപ്പ് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങൾ അതിൽ നെക്സ്റ്റ് 25 minutes ഐ എം ഗോയിങ് ടു സ്റ്റഡി ആൻഡ് ഐ എം നോട്ട് യൂസിങ് ഫോൺ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 minutes ഒരു വെർച്വൽ ട്രീ ഈസ് ഗോയിങ് ടു ഗ്രോ. ഓക്കെ, സോ ദ മൊമെന്റ് യു സ്റ്റാർട്ട്
ആ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ട്രീ വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. ബൈ ദ ടൈം യു ഫിനിഷ് 25 minutes, the tree would have reached its full capacity. But if you take your phone in between, the tree will start to die. ഇതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സൈക്കോളജിക്കലി ഇതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആണ്. ഓക്കെ, ഐ എം ഗ്രോയിങ് സംതിങ്, സോ ഐ ഷുഡ് സ്റ്റിക്ക് ടു ഇറ്റ്. പിന്നെ ഈ ആപ്പ് ഫോറസ്റ്റ് ആപ്പ് ഇസ് in association with another app called Tree for Life. നിങ്ങൾ 25 virtual trees plant ചെയ്ത് കഴിഞ്ഞാൽ the Tree for Life organization will plant a real tree in your name. So നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എൻവയോൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഡിഫറെന്റ് ആപ്സ് ആൻഡ് ടെക്നോളജീസ് ഉണ്ട് which will help us detox a bit from this digital world. And what benefits it bring? Definitely concentration improve ആവും, നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും, ഹോബീസ് ആൻഡ് അതർ തിങ്സിന് സമയം കിട്ടും. ലൈക്ക് ടെക്നോളജി ഇസ് നോട്ട് റൂളിങ് അസ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരുപാട് ഹോബീസ് അല്ലെ പാഷൻ ഫോളോ ചെയ്യാനുള്ളൊരു ചാൻസും കൂടിയാണ്. അപ്പോൾ മേക്ക് ഷുവർ യു ട്രൈ ആൻഡ് എക്സ്പ്ലോർ ദീസ്. ഇഫ് യു ആർ ഓൾറെഡി ഇൻ കൺട്രോൾ ഓഫ് യുവർ ടെക്നോളജി യൂസേജ്, വളരെ നല്ല കാര്യം. ഇല്ല, ചെറിയൊരു നഡ്ജ് വേണ്ടവർക്കാണ് ഈ ഹോപ്പ്ഫുള്ളി ഇത് ഹെൽപ്പ് ആവും. ലാസ്റ്റ് സ്ലൈഡ് ഫ്രം മീ. കുറച്ച് ഷോർട്ട് ഫോണ്ട് ആയിരിക്കും, ബട്ട് ഈ ഡോക്യുമെന്റ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ദ വേൾഡ് വി ലിവ് ഇൻ റൈറ്റ് നൗ, നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ദാറ്റ് ഹെൽപ്പ് us ലീവ് എ ബെറ്റർ പ്രൊഡക്റ്റീവ് ലൈഫ്. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിയണം എന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ ഞാൻ കുറച്ച് AI ടൂൾസ് അല്ലെങ്കിൽ ആപ്സ് ദാറ്റ് ഹെൽപ്സ് യു വിത്ത് യുവർ സ്റ്റഡി സ്കിൽസ്, യു ആർ നോട്ട് ടേക്കിംഗ് ഇൻ മെമ്മറി, പിന്നെ ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ ജസ്റ്റ് ടു ഗിവ് എൻ എക്സാമ്പിൾ, ദ ഫസ്റ്റ് വൺ ക്വിസ്ലെറ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സ് ആൻഡ് ക്വിസസ്. സോ ഒരു ഫുൾ PDF ഡോക്യുമെന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മെയിൻ ടോപ്പിക്സ് ഉള്ള ഫ്ലാഷ് കാർഡ്സ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യും. സോ യു ക്യാൻ കൈൻഡ് ഓഫ് ക്വിസ് യുവർ സെൽഫ് ത്രൂ ദാറ്റ്. ജസ്റ്റ് വൺ എക്സാമ്പിൾ. ഓക്കെ, ലാസ്റ്റ് വൺ ഇൻ ദാറ്റ് ഇസ് കോൾഡ് നോട്ട്ബുക്ക് LM. ഞാൻ സർപ്രൈസ്ഡ് ആയി ആക്ച്വലി നോട്ട്ബുക്ക് എല്ലാം. എനിക്ക് ഇതിലെ പല ടൂൾസും സ്കൂളിലെ കുട്ടികളുടെ യൂസേജിൽ നിന്ന് ഞാൻ പിക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ നോട്ട്ബുക്ക് LMന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു എ പോഡ്കാസ്റ്റ്. ലൈക്ക് 2 പേര് നിങ്ങളുടെ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു കോൺവെർസേഷൻ ചെയ്യുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ വായിച്ച് അത് ഫുൾ മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ യു ആർ ആൻ ഓഡിറ്ററി ലേണർ, ദീസ് കൈൻഡ് ഓഫ് ആപ്സ് ആക്ച്വലി ഹെൽപ്പ് യു. നോട്ട് ടേക്കിംഗ് ഇൻ മെമ്മറി വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് AI ടൂൾസ് ആണിത്. ഓട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീച്ചിനെ നോട്ട്സ് ആൻഡ് പോയിന്റ്സ് ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യും. നോഷൻ ഇസ് കൈൻഡ് ഓഫ് എ പ്ലാറ്റ്ഫോം വെയർ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കാം. ഓഫ് കോഴ്സ് ചാറ്റ് GPT, ക്ലോഡ്, പെർപ്ലെക്സിറ്റി, ദർ ആർ ഡിഫറെന്റ് വേസ്, ബട്ട് നോഷൻ ഇസ് മോർ ഓഫ് എ ഫോർമൽ വേ ടു ഹാവ് ദാറ്റ് കോൺവെർസേഷൻ. പിന്നെ ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റിയിൽ ഫോറസ്റ്റ് നമ്മൾ സംസാരിച്ചു. സ്ക്രീൻ ടൈം ആപ്സ് ലൈക്ക് സ്ക്രീൻ ടൈം ഇൻ ഐഫോൺ ആൻഡ് ഡിജിറ്റൽ വെൽബീയിങ് ഇൻ ആൻഡ്രോയിഡ് helps to set you time limits so you don't stray too much away on the digital world. You have time for your other activities also. Generally ഇതാണ് ഒരു ഓവർവ്യൂ, ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ ഈ ഫ്ലോർ ക്വസ്റ്റ്യൻസിന് അല്ലെ ഡിസ്കഷൻ ഓപ്പൺ ആക്കുകയാണ്. എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റേസ് ചെയ്യാം. ഈ ഡോക്യുമെന്റ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞ ആ PDF ഡോക്യുമെന്റും ഷെയർ ചെയ്യുന്നതായിരിക്കും. ബട്ട് എനി അതർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് സംസാരിക്കാം. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. മാം, പറയൂ. എന്റെ പേര് അനഘ. ഞാനിപ്പം MBA എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാറ്റിന്റെ. ഓക്കെ. അപ്പം എനിക്കിപ്പോഴും ഞാൻ ചെയ്യുന്ന ഫീൽഡ് എനിക്ക് റൈറ്റ് ചോയ്സ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എപ്പോഴും. ഓക്കെ. ഞാൻ കുറച്ചുകൂടി മാത്സിലാണ് എനിക്ക് നല്ല ഫീൽഡ്, മീൻസ് നല്ല ചെയ്യാൻ പറ്റുന്ന മാത്സ് ഫീൽഡിലായിരുന്നു. പക്ഷെ മാത്സിൽ എനിക്ക് തിയറി വരുമ്പോൾ ചെയ്യാൻ പറ്റാതെ മാത്സ് ഫീൽഡിൽ ഞാൻ കുറച്ച് ബാക്കോട്ട് അടിച്ചു.
ഞാൻ ഇപ്പൊ Okay. കൊമേഴ്സ് ഫീൽഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. CMA USA അത് കംപ്ലീറ്റ് Okay. ചെയ്തു. അത് കഴിഞ്ഞിട്ട് MBAക്ക് വന്നപ്പോ ഇപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇത് ഞാൻ റൈറ്റ് ചോയ്സ് ആണോ ചെയ്തത് എന്നൊരു കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ഇവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. Okay. അപ്പം എനിക്ക് എങ്ങനെ അത് എനിക്ക് എന്റെ പാത്ത് ഇത് തന്നെയാണോ, എനിക്കിത് ഈ ഒരു ഫീൽഡ് എനിക്ക് ആപ്റ്റ് ആണോ എന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാക്കുക എന്നൊരു ഓക്കെ, ഇത് വളരെ കോമൺ ആണ്. നമ്മൾ എന്റെ കാര്യം തന്നെ, ഞാൻ ഒരു കരിയർ പാത്ത് തുടങ്ങി അതിൽ നിന്ന് എന്റെ സ്കിൽസ് ആൻഡ് സ്ട്രോങ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് മാറിയ ഒരാളാണ്. അപ്പൊ എനിക്ക് നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കൺഫ്യൂഷനുമായിട്ട്. അപ്പൊ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് ജനറലി എടുക്കാവുന്നത്. ഒരു മേജർ ഫസ്റ്റ് സ്റ്റെപ്പ്, കാര്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണമല്ലോ നമുക്ക്, അവിടെ നിന്നാണല്ലോ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. റാൻഡംലി ഏതെങ്കിലും ചെയ്യാതെ ഞാൻ 1-2 ലിങ്ക്സ് സജസ്റ്റ് ചെയ്യാം. അതിൽ കയറി ഒരു ടെസ്റ്റ് എടുക്കും. ഇപ്പൊ സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ മെയിൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഐഡന്റിഫൈ യുവർ പേഴ്സണാലിറ്റി ടൈപ്പ് ആൻഡ് മാച്ച് ഇറ്റ് വിത്ത് എ കരിയർ. അതാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും നാച്ചുറലി വയേർഡ് ആയിട്ടുള്ള ചില പ്രൊഫഷൻസ് ഉണ്ടാവും. ചിലര് ഭയങ്കര ഹാൻഡ്സ് ഓൺ ആൾക്കാരായിരിക്കും, ചിലർക്ക് ഒരുപാട് ഡേറ്റ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവും, ചിലര് വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു മാച്ച് കണ്ടുപിടിക്കാനാണ് നമ്മൾ സൈക്കോമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, അത് വെച്ച് അതിന്റെ റിസൾട്ട് ഇസ് നോട്ട് ദ ഓൺലി പോയിന്റ്. അതിന്റെ റിസൾട്ടിനെ നമ്മൾ അക്കാഡമിക് ഇൻട്രസ്റ്റുമായിട്ട് മാപ്പ് ചെയ്യണം. ഇപ്പോ സപ്പോസ് അനഘയുടെ ഇൻട്രസ്റ്റ് ഒരു ഓൺട്രപ്രണറിയൽ ഫീൽഡ് വന്നു എന്ന് വിചാരിച്ചാൽ, അതും അക്കാഡമിക് ഇൻട്രസ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യുക. MBA എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്, MBA ഇസ് എ ക്വാളിഫിക്കേഷൻ. പക്ഷെ MBA പല ഫീൽഡ് ഉണ്ട്. ടെക്നോളജി മാനേജ്മെന്റ് MBA ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ട്, ഞാനിത് സ്റ്റഡി അബ്രോഡ് ബേസിക്കലി നോക്കുകയാണെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ് MBA ഇൻ ടെക്നോളജി മാനേജ്മെന്റ്, MBA ഇൻ ഫൈനാൻസ്, MBA ഇൻ മാർക്കറ്റിംഗ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. MBA തന്നെയാണോ, MBA എടുത്തു കഴിഞ്ഞാൽ MBAയിൽ ഏത് ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യണം, ഇങ്ങനെയുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സൈക്കോമെട്രിക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഞാൻ 1-2 ലിങ്ക്സ് ഷെയർ ചെയ്യും. ഇപ്പൊ എന്റെ കയ്യിൽ ആക്സസ് ഇല്ല, പക്ഷെ ഞാൻ അത് ഷെയർ ചെയ്യാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം. ഉണ്ണികൃഷ്ണൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചത്, ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നുണ്ടോ? ഏതൊരു ഫോറസ്റ്റ് എന്തോ പറഞ്ഞിട്ട് ഏതൊരു ടൈപ്പ് ഓഫ് ആപ്പ് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ പറയുന്നത്? ആ ആപ്പിന്റെ കുറച്ച് എനിക്ക് നേരെ ഒന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ആളിന് പറഞ്ഞു തരാൻ പറ്റുമോ? പിന്നെന്താ, പറഞ്ഞു തരാമല്ലോ. ഫോറസ്റ്റ് ആപ്പ് നമുക്ക് ടൈം ഫോക്കസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഓക്കെ, ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ ഡിസ്ട്രാക്ഷൻസ് വരാൻ പാടില്ല. കറക്റ്റ് അരമണിക്കൂർ പഠിക്കും എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ നമ്മൾ പഠിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ആപ്പ് വേണമെന്ന് നിർബന്ധമില്ല, ഒരു സജഷൻ പോലെ പറഞ്ഞതാണ്. ഫോറസ്റ്റ് ആപ്പിൽ കയറിയിട്ട് സ്റ്റാർട്ട് കൊടുത്ത് 25 മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ 30 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആ ആപ്പ് ഡിസ്റ്റർബ് ചെയ്യാതെ 30 മിനിറ്റ്സ് പോവുകയാണെങ്കിൽ, അല്ലെ നിങ്ങൾ ഫോൺ എടുത്തില്ല, ആ 30 മിനിറ്റും പഠിച്ചു എന്നുണ്ടെങ്കിൽ, ആ ആപ്പിന്റെ പ്രത്യേകത അതിലൊരു ട്രീ വളരും. ഓക്കെ, ഇതൊരു ഗെയിം പോലെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതെയോ, ട്രൈ ചെയ്ത് നോക്കൂ, ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തെന്ന പേര്? ഫോറസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ ആപ്പുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ചാറ്റിൽ മെസ്സേജസിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്തെടുക്കാം. നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അടുത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലക്ഷ്മി ചേച്ചി. വെൽക്കം. ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? മാം, മാം പറഞ്ഞ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കില്, അത് ഞാൻ ഈ ഇടയ്ക്കായിട്ട് റീസെന്റ് ഞാൻ അത് യൂസ് ചെയ്ത ഒരു ടെക്നിക്കായിരുന്നു മൈൻഡ് മാപ്പിംഗ്. പക്ഷെ എനിക്കത് കൃത്യമായിട്ടും പ്രോപ്പറായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിപ്പോ ഞാൻ പഠിക്കേണ്ട ഓരോ ടോപ്പിക്ക് കൃത്യമായിട്ട്
ആ ഒരു ഗൂഗിൾ എന്നിട്ടൊരു ആപ്പ് വഴിയാണ് ഞാൻ മൈൻഡ് മാപ്പിംഗ് സെറ്റ് ചെയ്തത്. അപ്പം അതിപ്പോ ഞാൻ ഓരോ ടോപ്പിക് വൈസ് ഞാൻ പഠിക്കേണ്ട ഓരോ ടോപ്പിക് വൈസ് ചെയ്യലാണ്. അതിൽ നിന്ന് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ വരുന്നില്ല. ഓക്കെ, മൈൻഡ് മാപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് പറ്റിയ സ്റ്റൈൽ ആവില്ല, അതൊരു പോയിന്റ്. പിന്നെ മൈൻഡ് മാപ്പിംഗ് എങ്ങനെ കറക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂൾസ് വെച്ച് ഡിജിറ്റലി ഉണ്ടാക്കാം, പക്ഷെ അത് നമ്മുടെ എന്താ പറയാ നീഡ്സിന് എക്സാക്ട്ലി സൂട്ടബിൾ ആവണം എന്നില്ല. അപ്പൊ അതിനൊക്കെ പഠിക്കുമ്പോൾ അനഘയ്ക്ക് തന്നെ വരച്ച് ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നടുക്കൊരു വലിയ ബ്ലർബിനകത്ത് മെയിൻ ടോപ്പിക് എഴുതുക, അതിൽ നിന്ന് സൈഡ് ആയിട്ട് അതിൽ നിന്ന് എക്സ്പാൻഡ് ആവുന്ന രീതിയിൽ വേറെ ചില ക്ലൗഡ്സ് പോലെ വരയ്ക്കുക, അതിൽ നിന്ന് മേ ബി താഴേക്ക് അതിന്റെ സബ് ടോപ്പിക്സ് ഇടുക. ഇതാണ് പർപ്പസ് ഓഫ് മൈൻഡ് മാപ്പ്. അപ്പോൾ മൈൻഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ പഠിച്ച കാര്യത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. അത് നോക്കുമ്പോൾ ഇതാണ് മെയിൻ ടോപ്പിക്, ഇതിന്റെ അകത്ത് ഈ സബ് ടോപ്പിക്സ് ഉണ്ട്, അതിനകത്ത് വീണ്ടും സബ് ടോപ്പിക്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് മൈൻഡ് മാപ്പ്. അത് തന്നെ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ ചിലപ്പോൾ മൈൻഡ് മാപ്പ് ആയിരിക്കില്ല അനഘയ്ക്ക് വർക്ക് ആവുന്ന ഒരു സ്റ്റഡി ടെക്നിക്ക്. എക്സ്പ്ലോർ ചെയ്തേ നമുക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്റെ സിലബസ് എന്ന് പറയുന്നത് സ്പീഡ് മാത്സും മറ്റു കാര്യങ്ങളും, അതിൽ മെയിൻ ഒരു പ്രത്യേക സ്പെസിഫൈ ആയിട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് സ്യൂട്ടബിൾ ആണെന്നൊരു സംശയം വരുന്നു, കാരണം ഞാൻ ഇത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. മൈൻഡ് മാപ്പ് ജനറലി ലാർജ് ടെക്സ്റ്റ് ഒരുപാട് വായിച്ച് അതിനെ മനസ്സിലാക്കാനുള്ള സിനാരിയോസിലാണ് മൈൻഡ് മാപ്സ് ജനറലി വർക്ക് ആവുക. ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ ജനറലി ഫ്ലാഷ് കാർഡ്സ് വർക്ക് ആവുന്നതാണ് സ്മോളർ ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിൽ. അത് ട്രൈ ചെയ്തിരുന്നു? ഇല്ല. മൈൻഡ് മാപ്പ് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഏതാണ് വർക്ക് ആവുക എന്നുള്ളത്. മൈൻഡ് മാപ്സ് എല്ലാവർക്കും വർക്ക് ആവണം എന്നില്ല. ബേസിക്കലി ഒരുപാട് വായിച്ച് അതിൽ നിന്ന് പോയിന്റ്സ് ഉണ്ടാക്കാൻ നമുക്ക് എക്സാമിന് തലേദിവസം അല്ലെങ്കിൽ എക്സാമിന് മുന്നേ സാധിക്കാതെ വരുമ്പോഴാണ് മൈൻഡ് മാപ്സ് ഉണ്ടാക്കി വെച്ചാൽ അത് നോക്കി പെട്ടെന്ന് പോയിന്റ്സ് എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് തിയറി ബേസ്ഡ് ഇല്ല, വെറും സ്പീഡ് മാത്സ് സംഭവങ്ങളും അതേപോലെ പുറത്തുനിന്ന് വരുന്ന രീതിയിലുള്ള പാസേജ് റീഡിങ്ങും മറ്റു കാര്യങ്ങളും പോലെ ഏകദേശം ഒരു നീറ്റ് പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സാം കാറ്റാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഫ്ലാഷ് കാർഡ്സ് ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാനുള്ള AI ടൂൾസിൽ ജനറലി വർക്ക് ആവാറുണ്ട്. മൈൻഡ് മാപ്സിന്റെ ടൂൾസ് എനിക്കും കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രണ്ടും, ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പൊ മൈൻഡ് മാപ്പിംഗ് ആണ് കമ്പനി ഞാൻ അതിന് ഭയങ്കര ടൈം കൺസ്യൂമിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അല്ലാണ്ട്. അപ്പൊ അത് വിടുക. നമ്മുടെ പർപ്പസ് ടൈം കൺസ്യൂമിങ് ഒരു സ്ട്രെസ് എടുത്ത് ചെയ്യുക എന്നുള്ളതല്ലല്ലോ, ഈസിയർ ആക്കുക പ്രൊസീജിയർ എന്നുള്ളതാണല്ലോ. ഞാൻ കരുതി എല്ലാവർക്കും ഭയങ്കര ഇതായിട്ടുള്ള സംഭവമാണ് മൈൻഡ് മാപ്പിംഗ്. അത് മൈൻഡ് മാപ്പ് വർക്ക് ചെയ്യും, പക്ഷേ അനഘയുടെ ടോപ്പിക് അല്ലെ സബ്ജക്ട് ഡിസ്ക്രിപ്റ്റീവ് അല്ലല്ലോ. അല്ല അതെ, അതുകൊണ്ടാണ്. താങ്ക് യു മാം. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനും കൂടി എടുക്കാൻ തോന്നുന്നു, ഇല്ലെങ്കിൽ ചിലർ ചോദിക്കുന്നുണ്ട് നമ്പർ ഷെയർ ചെയ്യാമോ, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോ അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം. എന്റെ പേര് പ്രസാദ് എന്നാണ്. ഹലോ. മാഡം, എന്റെ പ്രസാദാണ്. അപ്പൊ ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമുക്ക് ഒരു എക്സാം ഒരു മാസത്തിലുള്ള 2 മാസത്തിലുള്ള ഒരു എക്സാം പാസ്സാവണമെന്ന് വെച്ചാൽ, ഓൺലൈൻ എക്സാം പാസ്സാവണമെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അത് വരാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് MBA ആസ്പിരൻസ് അല്ലെങ്കിൽ 20-25 ഏജ് 30 ഏജ് സംതിങ് 35 ഏജിന് മേലെ അല്ലെങ്കിൽ 38 40 ഏജിന് അടുത്തുള്ളവരുണ്ട്. അവര് സപ്പോസ് ആക്ച്വലി അവർക്ക് 1 മാസത്തിലുള്ള ഒരു എക്സാം പാസ്സാകും അല്ലെങ്കിൽ 2 മാസത്തിലുള്ള എക്സാം പാസ്സാകും. അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് ചിലപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ടൈം പഠിത്തം മാത്രമായിരിക്കില്ല അവരുടെ എന്താ പറയുക ഓക്യുപ്പേഷൻ, അല്ലെങ്കിൽ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവര് എങ്ങനെയാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന് സമയം കണ്ടെത്തുക? സപ്പോസ് നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത്
we'll be going through very, very different problems, right? അപ്പോൾ അത് അതിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച് ഓക്കെ ഒരു ടാർഗറ്റ്, ഓക്കെ നെക്സ്റ്റ് 30 days ഐ ഹാവ് ടു കംപ്ലീറ്റ് ദിസ് പെർട്ടിക്കുലർ എക്സാം, ദാറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ മീ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കും, നമ്മുടെ മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്യും? അത് ഈ യങ്സ്റ്റേഴ്സ് അത് 20-25 ഏജ് 30 ഏജസിൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ കം, ബിക്കോസ് they will be having a career aspirations, right? അപ്പൊ അതുണ്ടാവാതെ വിചാരിക്കാം. പക്ഷെ ഒരു 35 ഏജ് കഴിഞ്ഞാലും 38 എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ എന്താ പറയാ, അവർക്കുള്ള മോട്ടിവേഷൻ കുറഞ്ഞു തുടങ്ങുമോ? അല്ല അങ്ങനെ കുറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ ഓവർകം ചെയ്യും? അതിനെന്തെങ്കിലും ഐഡിയാസ്? ഓക്കെ, ഐ മീൻ മോട്ടിവേഷൻ ആണ് ഇതിന്റെ എല്ലാം മേജർ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സാം എഴുതാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് എന്തെങ്കിലും ഒരു മോട്ടിവേഷന്റെ പുറത്തായിരിക്കും. അതിപ്പോ കരിയർ ഗ്രോത്ത് ആവാം, അല്ലെ ചേഞ്ച് ഓഫ് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ ബെറ്റർ സാലറി പാക്കേജ് ആവാം. അപ്പൊ എന്താണോ നിങ്ങളുടെ മോട്ടിവേഷൻ, അത് ഞാൻ വിഷൻ ബോർഡ് എന്ന് പറയും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, അവിടെ നിങ്ങളുടെ ഗോൾ ഹൈലൈറ്റ് ചെയ്യുക. ആ ഗോൾ ആണ് നിങ്ങളുടെ മോട്ടിവേഷൻ. അതിലേക്ക് വർക്ക് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് നമ്മുടെ ഫോക്കസ്ഡ് ടൈം സെറ്റ് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെന്റ് പ്രയോറിറ്റീസ്, ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ വളരെ ഡിഫറെന്റ് പ്രയോറിറ്റീസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആക്ച്വലി ഉള്ള ടൈം വളരെ കുറവായിരിക്കും. അപ്പം ആ കയ്യിലുള്ള ടൈമിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മള് കാട് കയറി പഠിക്കുക എന്ന് പറയുമല്ലോ, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കാര്യം അങ്ങനെ പഠിച്ചാൽ നമ്മുടെ ഗോളിലോട്ടുള്ള ദൂരം കൂടുകയുള്ളൂ. അതിന് ഉള്ള 1 or 2 ടെക്നിക്സ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പം ലേണിംഗ് സ്റ്റൈല് കണക്ട് ചെയ്ത് ഒരു വിഷ്വൽ ലേണർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ പിസ്സിങ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്സിനെ കവർ ചെയ്യാൻ സാധിക്കും. അല്ല കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് വർക്കിനായിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിനെ നമുക്കിപ്പോൾ നോട്ട്ബുക്ക് എല്ലാം പോലുള്ള ഒരു പ്ലാറ്റ്ഫോം വഴി പോഡ്കാസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാം. അത് നിങ്ങൾ ഓൺ യുവർ വേ ടു വർക്ക് ആൻഡ് ബാക്ക് അത് കേൾക്കുക. സോ ഒരു ഫോം ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ദ ഫീൽഡ് അതുവഴി കിട്ടും. പക്ഷെ ഇവഞ്ച്വലി ആ ഗോൾ ആയിരിക്കണം നിങ്ങളെ നയിക്കേണ്ടത്. ഗോൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ വി വിൽ ഫൈൻഡ് എ വേ. എല്ലാ ദിവസവും നമ്മളോട് സ്വയം നമ്മളെ മൈൻഡോട് പറയണം. ഓക്കെ, കാര്യം റെപ്പറ്റീഷൻ ആണ് മൈൻഡിൽ എന്ത് കാര്യം ഉറയ്ക്കുന്നത്. അപ്പോ എത്ര ഉറപ്പിച്ച് പറയുന്നു, അല്ലെ എത്ര സ്ട്രോങ് ആയിട്ട് അതിനെ വിഷൻ ചെയ്യുന്നു. വിഷൻ ബോർഡ് ഭയങ്കര എഫക്റ്റീവ് ഒരു കാര്യമാണ്. ലൈക്ക് ഇപ്പൊ MBA ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്, അല്ലെ മോട്ടിവേറ്റിംഗ് വേർഡ്സ്, ജസ്റ്റ് വേർഡ്സ് മതി, കട്ട് ചെയ്ത് ഒരു ബോർഡിൽ ഒട്ടിച്ച് എവിടെയാണോ ഡെയിലി വായിക്കാൻ അല്ലെ പഠിക്കാൻ ഇരിക്കുന്നത് അതിന് മുമ്പിൽ ഒട്ടിച്ചു വെക്കുക. ഇമാജിൻ യുവർ സെൽഫ് ഇൻ ദാറ്റ് പൊസിഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡെഫിനറ്റ്ലി മോട്ടിവേഷനെ ഹോൾഡ് ഓൺ ചെയ്യുന്നൊരു ഫാക്ടറാണ്. ജിതിൻ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവും. ജിതിൻ ശങ്കരൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. എനിക്ക് 2 ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. ആദ്യത്തെ മറ്റേ നോട്ട്സ് അങ്ങനെ ഇമ്പോർട്ടന്റ് കീവേഡ് അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? ഏത് ടോപ്പിക് ആണെന്ന് എടുത്ത് പറയോ? നോട്ട്സ് എഫക്റ്റീവ് ആയിട്ട് എഴുതാൻ പറ്റണത് അതില് ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെക്കാം, പിന്നെ കീ ഇൻഫോർമേഷൻ എഴുതും. അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ, പിന്നെന്താ. ഓക്കെ, ആ മെത്തേഡിന് പറയുന്ന പേരാണ് കോർണൽ മെത്തേഡ്. ഓക്കെ, അത് ആ മെത്തേഡിന് കൊടുത്തിരിക്കുന്ന പേരെന്നേ ഉള്ളൂ. ഇപ്പോ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇപ്പൊ ഇതൊരു ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് 2 ലൈൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് കോളംസ് കിട്ടും. ഫസ്റ്റ് കോളമിൽ മെയിൻ ടോപ്പിക്, ഓക്കെ ഞാനിപ്പോ പഠിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിസം ആണ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ എന്ത് ടോപ്പിക് ആയാലും ക്ലാസ്സിൽ പഠിക്കുന്ന ടോപ്പിക്കിന്റെ മെയിൻ ടോപ്പിക് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് എഴുതുക. ഇപ്പൊ ടീച്ചർ പറയുന്ന കുറച്ച് സ്പെസിഫിക് പോയിന്റ്സ്, അത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. സ്കൂളിൽ നമ്മൾ അത്രയും ചെയ്യുള്ളൂ. സ്കൂളിലോ കോളേജിലോ ഒക്കെ നമ്മൾ അവിടെ എഴുതി നിർത്തും. പിന്നെ വീട്ടിൽ വന്ന് പഠിക്കുമല്ലോ നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് അല്ലെങ്കിൽ വീക്കെൻഡ്. എപ്പോഴാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ നോട്ടും മെയിൻ പോയിന്റും കീ വേർഡ്സ് എഴുതിയതും വെച്ച് ഒരു സമ്മറി എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ 3rd കോളമിൽ നമ്മൾ ആക്ച്വലി ഒരു പാരഗ്രാഫ് ആയിട്ട് ആ ഐഡിയയെ പറ്റി എഴുതി വെക്കുക.
ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഡൗട്ട്, ആ ആപ്സ് ആൻഡ് AI ടൂൾസില് കുറച്ച് ചാറ്റ് GPT അങ്ങനെ ആപ്സിന്റെ കുറച്ച് മാറ്റം പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ, അതൊന്നും കൂടി പറയാൻ പറ്റുമോ? അല്ല, അതിൽ കൊടുത്തിരിക്കുന്നത് പല ടൂൾസ് ആണ്. ചാറ്റ് GPT അല്ലെങ്കിൽ ക്ലോഡ്, പെർപ്ലെക്സിറ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ കോമൺലി കേട്ട കുറച്ച് AI ടൂൾസ് ഉണ്ട്. അത് വളരെ കോമൺലി ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ നോട്ട് ടേക്കിങ്ങിന് യൂസ് ചെയ്യാവുന്ന 1-2 സ്പെസിഫിക് ടൂൾസിന് അതിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നോഷൻ AI എന്ന് പറയുന്ന ഒരു ടൂൾ. ഇപ്പോ മോനിപ്പോ ടീച്ചറിനോട് സംസാരിക്കുന്നതിന് ഇക്വലന്റ് ആയിട്ട് നോഷൻ ആപ്പിൽ സംസാരിക്കാം. ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് മോന്റെ ഏജിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് സ്മോളർ ചങ്ക്സ് ഓഫ് ഡേറ്റ ആക്കി കാണിച്ചു തരും. അപ്പോൾ ഇപ്പൊ ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു, അല്ലെങ്കിൽ അച്ഛനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതുപോലെ ആ പ്ലാറ്റ്ഫോം വളരെ സിമ്പിൾ ആയിട്ടൊക്കെ, എനിക്ക് ഇത്ര വയസ്സാണെന്ന് പറഞ്ഞാൽ ആ വയസ്സുള്ള ആൾക്ക് ഇക്വലന്റ് ആയിട്ട് ആ ടോപ്പിക്കിനെ സിമ്പിൾ ആക്കി എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് ചാറ്റ് GPT-യിലും പറ്റും, പക്ഷെ അത് കുറച്ച് എഫക്റ്റീവ് ആയിട്ട് നോഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നടക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഏകദേശം 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. എന്നാലും ചോദ്യങ്ങൾ ഇനി ഉണ്ടാവും തോന്നുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അത് എല്ലാവരും ഒന്ന് നമ്മൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സെഷനും കൂടി ഓർഗനൈസ് ചെയ്യാമെന്ന് തോന്നുന്നു. അത് നമുക്ക് പിന്നീട് അറിയിക്കാം. നമുക്ക് ഇതിന്റെ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കുട്ടികളിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കമന്റ് മാത്രം. നമ്മളിപ്പോ ഇന്ന് കണ്ടിട്ടുള്ള ഒരു സെഷനിൽ നമുക്ക് ആ പഴയ സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് പറിച്ചു നടേണ്ടത് എന്നുള്ള ഒരു പഠന സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഓവറോൾ സമ്മറി പോലെയായിട്ടാണ് തോന്നുന്നത്. അതായത് പലതരം ആപ്പുകള്, പലതരം മെത്തേഡുകള്, പലതരം ഇന്റർപ്രിട്ടേഷൻസ്, എങ്ങനെ നമുക്ക് ഒരു കൺവെൻഷണൽ ലേണിംഗ് പ്രൊസീജിയറിൽ നിന്ന് നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് വരുന്നത്. അപ്പോൾ എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ്, നോട്ട് ടേക്കിംഗ് ആൻഡ് മെമ്മറി, ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള ഇതിലേക്ക് എങ്ങനെയാണ് നമ്മുടെ AI യുഗത്തിലേക്ക് നമ്മൾ പറിച്ചു നടന്നത് എന്നൊക്കെ രീതിയിലുള്ള പല പല സൂചനകൾ നമുക്ക് ഇന്നത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പലതും പുതിയതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇരിക്കുന്ന പല ആൾക്കാർക്കും ഇത് പുതിയതായിരുന്നു എന്ന് തോന്നുന്നു. പലതരത്തിലും നമ്മളിപ്പോ കാണാപാഠം പഠിക്കുക, റട്ടാമാറണം എന്നൊക്കെ പറയുന്ന ആ സംഭവം, ഇതൊക്കെ ഇതിനൊരു പാരറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡാണെന്നുള്ളതൊക്കെ, ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് പഠിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്ന ഒരു പ്രസന്റേഷനുള്ള ടോപ്പിക് സെലക്ഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ് പ്രിപ്പറേഷൻ ഉപയോഗിച്ചിട്ടുള്ള പലതും കൂടി ഇതേപോലെയുള്ള AI ടൂൾസ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നാപ്കിനോ ഏതാ എനിക്കറിയില്ല, അങ്ങനത്തെ പലതും ടൂൾസ് അവൈലബിൾ ആണ്. അതുകൂടി ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജിയെ എങ്ങനെ നമ്മൾ സ്വാംശീകരിക്കണം എന്ന് കൂടി ഒരു പ്രസന്റേഷൻ കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇത് കുട്ടികൾക്ക് മാത്രമല്ല, കോളേജ് ലെവലിലും അനക്ക് നോക്കുമ്പോൾ കോളേജ് ലെവലാണ്, നേരത്തെ ജിതിൻ ചോദിച്ചപ്പോൾ ചെറിയ കുട്ടികളാണ്, ഏത് ലെവലിലുള്ള കുട്ടികൾക്കും ഒരേപോലെ ഉപയോഗപ്രദമായിരിക്കുന്ന ചില കാര്യങ്ങളാണ് ലക്ഷ്മി പങ്കുവെച്ചതെന്ന് എനിക്കൊരു പേഴ്സണൽ ലെവലിൽ തോന്നി എന്ന് പറയുന്നു. അത് ഇനിയും ഒന്നുകൂടി നമുക്ക് നേരത്തെ പലരും ചോദിച്ച പോലെ ഒരു സെഷൻ കൂടി വേണ്ടി വരും. പല പല സംശയങ്ങൾ ഇനി ബാക്കിയുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്നു ഫൈനൽ സെഷനിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഓപ്പളെ എന്ന വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ദുർഗാദേവി ഓപ്പളെ ക്ഷണിച്ചു കൊടുക്കും. ഹലോ, കേൾക്കാണ്ടല്ലോ അല്ലേ? കേൾക്കാം. വീഡിയോ ഓഫാണ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാണ്ടല്ലോ അല്ലേ? കേൾക്കാം.
അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇന്നത്തെ വെബിനാർ അല്ലെങ്കിൽ ഈ സീരീസ് ഓഫ് വെബിനാർസ് സംഘടിപ്പിച്ചത് TVSRC ആണ്. അതിന്റെ കീഴിലുള്ള വാതായനം ഗ്രൂപ്പാണ് ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ താന്ത്രിക വൈദിക ഗവേഷണ കേന്ദ്രത്തിന്റെ സാരഥിയായ നമ്മുടെ ശ്രീരാമന് ആദ്യമായിട്ട് ശ്രീരാമൻ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു ആദ്യമായിട്ട്. അതുപോലെ തന്നെ ആദരണീയനായ ശ്രീ വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹമാണ് വാതായനം ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, സാരഥിയാണ്. അതുപോലെ തന്നെ TVSRCയുടെ സെക്രട്ടറിയും കൂടിയാണ്. അപ്പൊ അങ്ങേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷക ശ്രീമതി ലക്ഷ്മി രാജീവനാണ്. എന്താ പറയാന്നറിയില്ല, വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട് ശ്രീമതി ലക്ഷ്മി രാജീവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെമ്മറി ടെക്നിക്സും അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ടെക്നിക്സും ഒക്കെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും വളരെ നന്നായിട്ടാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എല്ലാ ടെക്നോളജീസും 2 ടെക്നിക്സും വളരെ ഗംഭീരമായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അത് അവരുടെ ക്വസ്റ്റ്യൻസ് കേട്ടാൽ തന്നെ അറിയാം, അവർ അത്രയധികം ശ്രദ്ധിച്ചിരുന്നായിരുന്നു, ഓരോ പോയിന്റും അവര് നോക്കിയിരുന്നു. അപ്പൊ ഇനിയും ശ്രീനിവാസ കുറെ പറഞ്ഞു ഇതിനെ കുറിച്ചിട്ടുള്ള ഹൗ ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് വാസ് എഫക്റ്റീവ് എന്നുള്ളത് പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത്ര ഫലപ്രദമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ക്ലാസ് വേണമെന്ന് തന്നെയാണ് എന്റെയും പക്ഷം. അപ്പൊ ഇനിയും കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഇത് വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഈ ടോപ്പിക്ക്. അപ്പോ ഞാൻ ഇപ്പോഴും ആലോചിക്കാം, നമുക്കൊന്നും ഇതുപോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു റിഗ്രറ്റ് ഇപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഈ ക്ലാസ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും മാത്രമല്ല പാരന്റ്സിനും വളരെ ഇഫക്റ്റീവ് ആയിരുന്നു, വളരെ ഉപയോഗപ്രദമായിരുന്നു ഈ ക്ലാസ്. അപ്പോൾ ശ്രീമതി ലക്ഷ്മിക്ക് TVSRCയുടെ പേരിലും അതുപോലെ തന്നെ വാതായനം ഗ്രൂപ്പിന്റെ പേരിലും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും സ്നേഹാദരവോടുകൂടി നന്ദി പറയുകയാണ്. അപ്പൊ നന്ദി ശ്രീമതി ലക്ഷ്മി. പിന്നെ അതുപോലെ നമ്മുടെ വാതായനം ഗ്രൂപ്പിൽ ഇപ്പോ അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ ഹിതേഷ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വെബിനാറിന്റെ കോർഡിനേറ്റർ ശ്രീ ശ്രീനിവാസ് ആണ്, നമ്മൾ അറിഞ്ഞു. അപ്പോ 2 പേർക്കും വളരെയധികം നന്ദി പറയണം ഈ എന്താ വെച്ചാൽ ഈ ഇത്തരണത്തില്. എന്താ വെച്ചാൽ ഏകദേശം 1 മാസത്തോളായിട്ട് അവർ 2 പേരും ഇതിനു വേണ്ടി പിന്നാലെ ഒരുപാട് പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് കൊണ്ടു നടത്തണം എന്ന് വെച്ചിട്ട്, കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആവണം എന്നുള്ള ആ ടാർഗറ്റ് വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. 2 പേർക്കും എല്ലാവരുടെ പേരിലും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമില് നമ്മുടെ പ്രാർത്ഥന ചൊല്ലി ചിന്മയ് നാരായണൻ ചൊല്ലി, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ചത് നിമിഷ ആണ്. അപ്പൊ നിമിഷ ശ്രീനിവാസിന്റെ റിലേറ്റീവ് ആണെന്ന് പറയുന്നു. പരിചയപ്പെടാനൊന്നും എനിക്ക് പറ്റിയില്ല, ഞാൻ വേറെ ഒത്തിരി തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് പറ്റിയില്ല. എന്നാലും 2 പേർക്കും വളരെയധികം നന്ദി പറയുന്നു TVSRCയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ വാതായനം ഗ്രൂപ്പിന്റെ പേരിൽ. അതുപോലെ തന്നെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എത്രയോ 35 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി പറയാണ് TVSRCയുടെ പേരിലും അതുപോലെ തന്നെ വാതായനം ഗ്രൂപ്പിന്റെ പേരിലും. അതുപോലെ ഇനി എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നാരായണന് കൈമാറുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി, ചാറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഗൂഗിൾ ഫോമാണ്. ഇപ്പൊ കൂടിയിരിക്കുന്ന അംഗങ്ങൾ എല്ലാവരും ഒന്ന് അതൊന്ന് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നീട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തത് ലക്ഷ്മിക്കും എല്ലാവർക്കും കൂടിയിട്ടാണ് ഇവിടെ ഇപ്പോ സംസാരിച്ച ദുർഗാദേവി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഡീനായിരുന്നു. അപ്പൊ പഴയ കാലത്ത് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇപ്പൊ പുതിയതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫേസ് മാറ്റത്തിന്റെ ആകത്തുകയും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും, അറിയാൻ പറ്റുക. അങ്ങനെയുള്ള ആൾക്കാരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാക്ക്. എന്തായാലും വളരെ സന്തോഷം. പുതിയ ടെക്നോളജികളുടെ ബാഹുല്യം ധാരാളമുള്ള സമയത്ത് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത്
നമുക്ക് ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 എണ്ണം കാണും. അതിൽ ഏതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ സമയം മുഴുവൻ കളയുക. അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഉപയോഗപ്രദമായ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ഇത് ഉപയോഗിച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസിയാണ് എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടാകുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു നമുക്കൊരു ഇൻഫർമേഷനാണ് ലക്ഷ്യം നമുക്ക് തന്നത്. എന്തായാലും വളരെ സന്തോഷം. കുട്ടികളുടെ ഭാവി നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പോകുന്ന കുട്ടികളൊന്നും പാരൻസിനും അറിയില്ല, ടീച്ചേഴ്സിനും അറിയാത്തൊരു കാലത്ത് പിന്നെ കുറച്ച് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാവുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. അങ്ങനെ എന്തായാലും ലക്ഷ്മി വളരെ സന്തോഷം അങ്ങനെ ഒരു സന്ദർഭം തന്നതിന്. ഇനിയും ലക്ഷ്മിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. അതുപോലെ കുട്ടികളെ എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ, ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കുട്ടികളുടെ കൂടെ സജഷൻസ് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമുകൾ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും സഹായം വേണം. ആ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഗൂഗിൾ ഡോക്ക് ഒന്നുകൂടി ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വരുന്ന കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് യോജിപ്പിക്കാൻ കഴിയും. നമുക്ക് നല്ലൊരു ടീമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഗുരുഗാദേവിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡീനായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ലക്ഷ്മി ഇപ്പോ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ സഹായം ചെയ്തു തരും. ഇതേപോലെ പല പ്രൊഫസർമാരുമായിട്ടും മറ്റേ അക്കാഡമിക് ആയിട്ടും ഇൻഡസ്ട്രിയലായിട്ടുമുള്ള പല ആൾക്കാരും ഈ വാതായനം ഗ്രൂപ്പിൽ ഗൈഡൻസിന് വേണ്ടിയിട്ട്, കുട്ടികളെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമാവുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ട നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാനുള്ള നല്ലൊരു ശ്രമം നടത്താമെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകിച്ച് ലക്ഷ്മിയോട് കൂടി നമ്മുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് വിട പറയാം. നമസ്കാരം.